എല്ലാവർക്കും വിഷു ആശംസകൾ. ഇന്ന് എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ എൻ്റെ സ്റ്റോറീസ് അങ്ങും ഇങ്ങും ഫുള്ളൊന്നുമല്ല അങ്ങും ഇങ്ങുമൊക്കെ എഴുതുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? എങ്ങനെ വീഴാതെ നടക്കണം എന്ന് എനിക്കറിയില്ല. ഞാൻ ജീവിതത്തിൽ പലവട്ടം വീണതാണ്. പക്ഷെ എങ്ങനെ ഉയർത്തെഴുന്നേക്കണം എന്ന് എനിക്കറിയാം. ചില മുറിവുകൾ നമുക്ക് ഹീലാവത്തില്ല, അത് നമ്മുടെ പട്ടടയോളം ചെല്ലും. അന്ന് ആ എരിച്ചിലിൽ അതിനകത്തിൽ കിടന്ന് എരിഞ്ഞു പോകുന്നെങ്കിലേ ഉള്ളൂ. അങ്ങനെയുള്ള ചില മുറിവുകൾ എനിക്കുമുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ ഹീലായി, ഞാൻ എങ്ങനെ മുന്നോട്ട് വന്നു എന്ന് ചോദിച്ചാൽ, ഒരു സമയത്ത് എൻ്റെ മനസ്സ് 100 കഷ്ണമായിട്ട് ചിതറിപ്പോയിട്ടുണ്ട്. എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. പക്ഷെ എങ്ങനെ മുന്നോട്ട് വന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ സമൂഹവുമായിട്ട് ഇടപെട്ടിട്ടാണ്. ഇപ്പം ഓരോരുത്തർക്കും ഓരോ ഹോബീസ് ഉണ്ടല്ലോ. ചിലർക്ക് എഴുത്ത്, ചിലർക്ക് വായന, ചിലർക്ക് പാട്ട് കേൾപ്പ്, ചിലർക്ക് സിനിമ കാണക്കം. ഞാൻ ഒരുപാട് മൂവീസ് കാണുന്ന ഒരാളാണ്. ഇഷ്ടംപോലെ മൂവീസ് കാണും. മൂവീസിനെ പറ്റി ചിന്തിക്കും. അത് കഥ നിർത്തുന്നിടത്തുനിന്ന് അടുത്ത് ഞാൻ എൻ്റെ ഒരു കഥ തുടങ്ങും. അതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യന്മാരുമായിട്ട് ഇടപെട്ടിട്ടാണ്. നമ്മൾ മനുഷ്യന്മാരുമായിട്ട് ഇടപെടുമ്പോൾ അവരുടെ പ്രശ്നങ്ങളും അവരുടെ നന്മകളും, പ്രശ്നങ്ങൾ മാത്രമല്ല അവരുടെ നന്മകളും, അവരെങ്ങനെ ചില കാര്യങ്ങൾ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര പ്രചോദനമാണ്. റോസ് കൗൺസിലിംഗ് എന്ന് പറയില്ലേ, അവർ പോലും അറിയാതെ അവരെന്നെ പിടിച്ചുയർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്, ആണും പെണ്ണും ഒക്കെ ആയിട്ട്. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കാരണം മിഡിൽ ഏജിൽ ഒന്നേന്നെല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. സപ്പോർട്ടിന് ആരുമില്ല. പിന്നെ എനിക്ക് ഇപ്പം എൻ്റെ ആളുകൾ എന്ന് പറയുന്നവർ എഴുതി തള്ളിയാലും ആ രക്തബന്ധം എന്ന് പറയുന്നത് എപ്പോഴും അവിടെ ഉണ്ടല്ലോ. അപ്പം വീണ്ടും അവരുമായിട്ട് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. ആ ബന്ധം അങ്ങനെ തട്ടിയും മുട്ടിയും അങ്ങനെ പോവും. അപ്പം തട്ടിയും മുട്ടിയും പോകുമ്പോൾ ഇടയ്ക്ക് ചിലപ്പം വളരെ ശക്തമായിട്ട് കത്തി കൊണ്ട് കുത്തുന്ന പോലുള്ള മുറിവുകൾ സമ്മാനിക്കും. പിന്നെ അത് ഉണക്കിയെടുത്ത് പിന്നെയും മൂവിയും. അങ്ങനെ ഇപ്പം സത്യം പറഞ്ഞാൽ രസകരമായ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. കാരണം സ്ഥിരം പ്രശ്നങ്ങളാണ്, അത് പരിഹരിക്കുക. അപ്പം നമ്മൾ എൻഗേജ്ഡാണ്, 24 hours എൻഗേജ്ഡാണ്. എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ചുറ്റുമുള്ളവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ശിക്ഷയാണ്, അതൊരു അപമാനമാണ് അവർക്ക്. ഒരിക്കലും ആത്മഹത്യ ചെയ്തവരെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുത്തില്ല. അവരത് ചെയ്ത് അതിനുശേഷം ഭൂമിയിൽ അവശേഷിക്കുന്ന നമുക്ക് അവരോടുണ്ടാകുന്നത് ഒരിക്കലും സ്നേഹമല്ല, ആ ഒരു ദേഷ്യം മാത്രമായിരിക്കും. അപ്പോൾ എന്ത് പ്രശ്നമായിക്കോട്ടെ, നമുക്ക് ഒരു തൊഴിലെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. എന്ത് തൊഴിലും ആയിക്കോട്ടെ, അതിനകത്ത് ഫുള്ള് ഇറങ്ങുക, ഡെഡിക്കേറ്റഡ് ആവുക. നമ്മുടെ തൊഴിലിൽ അത് വികസിപ്പിക്കാൻ എന്തൊക്കെ സാധ്യതകളുണ്ടോ അത് എല്ലാം കണ്ടെത്തി മുന്നോട്ട് പോവുക. തോൽക്കില്ല എന്നങ്ങ് ഉറപ്പിച്ചാലുണ്ടല്ലോ, ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാനാവില്ല.